Hi guys, JMain 2025 phase 1 okay, January 23 shift 2 question question number 23 okay, എന്താണ് ശ്രദ്ധിക്കുക. The focus of the parabola y square is equal to 4x plus 16 is the center of the circle C of radius 5 if the values of lambda for which C passes through the point of intersection of the lines 3x minus y is equal to 0 and x plus lambda y is equal to 4 are lambda 1 and lambda 2 and lambda 1 is less than lambda 2. Okay, then what is 12 lambda 1 plus 29 lambda 2 is equal to. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഇത് കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ സി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സർക്കിൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പരാബോളയുടെ ഫോക്കസ് ആണ് എന്ത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണം. മക്കളെ എങ്ങനെയാണ് ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കുക? അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ ഫോർമാറ്റിലെ പരാബോളയ്ക്കാണെങ്കിൽ അതിൻ്റെ ഫോക്കസ് നമ്മൾ a,0 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ അല്ലെ, അഥവാ വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്ത മറ്റൊരു പരാബോള 4a ഇൻറ്റു എന്താണ് എക്സ് മൈനസ് എച്ച് അല്ലെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് എച്ച് അല്ലെ കോമ എന്താണ് 0 പ്ലസ് കെ ആണ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പരാബോള എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ അല്ലെ, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു അല്ലെ 4 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എന്താണ് 4 എന്ന് വരും. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 0 എന്നും അതേപോലെ എ ഈസ് ഈക്വൽ ടു 1 എന്നും അതേപോലെ എച്ച് ഈസ് ഈക്വൽ ടു -4 എന്നും കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ഓഫ് ദി പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? ഫോക്കസ് ഓഫ് ദ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോക്കസ് ഓഫ് ദി പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ a പ്ലസ് എച്ചും അതേപോലെ 0 പ്ലസ് കെയും. ഓക്കെ അല്ലെ, ശ്രദ്ധിക്കുക. അപ്പം 0 പ്ലസ് കെ. ഓക്കെ, അപ്പോൾ 0 പ്ലസ് കെ അല്ലെ എന്ന് പറയുന്ന സമയത്ത് കെ ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. അപ്പം ഇതിൻ്റെ വൈക്കോണിൽ എന്താണ് 0 ആണ്. അപ്പോൾ എ പ്ലസ് എന്ന് പറയുമ്പോൾ a 1 ആണ്, എച്ച് -4 ആണ്. 1 പ്ലസ് -4 എന്ന് പറയുമ്പോൾ എന്താണ് -3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോക്കസ് ആണ് മക്കളെ എന്ത് സെൻറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കസ് ആണ്. മനസ്സിലായില്ലേ? ദെൻ ഇനി അടുത്തത്, അപ്പം അങ്ങനെയാണ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാട്ടെ, ഇക്വേഷൻ ഓഫ് സർക്കിൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ മക്കളെ, എങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ? സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. എങ്ങനെയാ? എക്സ് മൈനസ് 3 അല്ലെ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് അഥവാ എന്താണ് 5 സ്ക്വയർ അല്ലെ, അതായത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ 25 അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ ഓഫ് ദി സർക്കിളും എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത എന്താ വേണ്ടത്? ശ്രദ്ധിക്കുക. ഇഫ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് സി പാസസ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് വൺ അല്ലെ, അഥവാ ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മുടെ സർക്കിൾ എന്താണ് പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ എന്താക്കണം, ഇവരുടെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. അതായത് നോക്കണേ, 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. നോക്കണേ, 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ എന്താണ്? യെസ് എക്സ് പ്ലസ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു 4. ഓക്കെ, എക്സ് പ്ലസ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു എന്താണ് 4. റെഡി അല്ലേ? അപ്പോൾ അത് ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. അതായത് നമുക്കറിയാം y ഈസ് ഈക്വൽ ടു എന്താണ് 3x. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ എന്താക്കുക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് ഓക്കെ ലാംഡ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താക്കാണ് 3x കൊടുക്കുകയാണ്. ഓക്കെ, 3x ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, അഥവാ എക്സ് ഇൻറ്റു 1 പ്ലസ് 3 ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 അല്ലെ. നമുക്കറിയാം y ഈസ് ഈക്വൽ എന്താണ് 3x ആണ്. അപ്പോൾ ഇതോടെ 12 ഡിവൈഡ് ബൈ എന്തായാലും 3 ലാംഡ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവരുടെ എന്താണ് ഈ പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ അല്ലെ, ആരുടെയൊക്കെ അഥവാ 3x മൈനസ് വൈൻ്റെയും എക്സ് പ്ലസ് ലാംഡ വൈയുടെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അവരെ സോൾവ് ചെയ്യുക അല്ലെ, അവരെ സോൾവ് ചെയ്താൽ നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1ഉം അതേപോലെ തന്നെ 12 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 ആണ്. മനസ്സിലായില്ലേ? റെഡി? യെസ്, ഇത് നമ്മൾ ഈ പറഞ്ഞത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷനിലൂടെ പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ സർക്കിളിന്റെ ഇക്വേഷനിലൂടെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സർക്കിളിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിനെ എന്താക്കണം ഇട്ട് കൊടുക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 4 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 അല്ലെ, 4 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 അല്ലെ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y എന്ന് പറയുമ്പോഴാണ് 12 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ?
യെസ് ഓക്കെ ഈസ് ഈക്വൽ ടു എന്താണ് 25. ഓക്കെ നമുക്ക് എന്താ സിംപ്ലിഫൈ ചെയ്യാം. പിന്നെ സിംപ്ലിഫൈ 3 ലാംഡ അല്ലെ 9 ലാംഡ 7 ഓക്കെ അഥവാ 9 ലാംഡ പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ എന്ന് വരും ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ റെഡി അല്ലേ പ്ലസ് 144 ഡിവൈഡ് ബൈ 3 ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് 25 റെഡി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്താക്കാം എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 81 ലാംഡ സ്ക്വയർ അല്ലേ പ്ലസ് 9 to 7 എത്രയാ 63 128 ലാംഡ. ഓക്കെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ ദെൻ ഇനി അടുത്തത് പ്ലസ് എന്ത് വരും 49 ഓക്കെ പ്ലസ് 144 അല്ലെ ഇവരെ ഞാൻ റൈറ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ആക്കി. ഓക്കെ അപ്പോൾ ഇവിടെ 9 ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 1 എന്ന് വരും റെഡി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഇത് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 225 ലാംഡ സ്ക്വയർ പ്ലസ് 150 ലാംഡ പ്ലസ് 25 എന്ന് വരും റെഡി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 81 ലാംഡ സ്ക്വയർ ഉണ്ട് അല്ലേ പ്ലസ് 128 ലാംഡ പ്ലസ് 49 പ്ലസ് 144 ഓക്കെ സിംപ്ലിഫൈ ചെയ്താൽ 225 കൂടെ 144 ലാംഡ സ്ക്വയർ 128 ലാംഡയുണ്ട്. പിന്നെ എന്തായിരുന്നു 150 ലാംഡയാണ് അല്ലേ പ്ലസ് 25 ഓക്കെ റെഡി. അപ്പോൾ 150 ഉണ്ട് 150 തന്നെയല്ലേ 25 യെസ് ഓക്കെ. അപ്പോൾ 128 ഉണ്ട് അതേപോലെ തന്നെ എന്താണ് 150 ഉണ്ട് ലാംഡ. വേറെ ലാംഡ ഉണ്ടോ മക്കളെ നോക്കട്ടെ. ഇത് 126 അല്ലേ കാരണം 63 ഗുണം 2 അല്ലേടാ. അപ്പോൾ 126 ആണ് ഓക്കെ 126 ലാംഡയാണ് ഇത് 126 ലാംഡയാണ് ഓക്കെ. അപ്പോൾ അവർ നമുക്ക് അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോയാൽ ഇത് പ്ലസ് 24 ലാംഡ എന്ന് കിട്ടും. അപ്പോൾ 144 ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് 49 അതേപോലെ 144 25 അല്ലേ. അപ്പോൾ നമുക്കത് മൈനസ് 168 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 0. മൊത്തം ഞാൻ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മൊത്തം ഞാൻ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ 64 6 8 അല്ലെ 6 4 4 2 6 ഓക്കെ 6 വരും അല്ലേ 6 ലാംഡ സ്ക്വയർ അല്ലേ. പിന്നെ പ്ലസ് ലാംഡ മൈനസ് ഓക്കെ 7 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. മനസ്സിലായില്ലേ റെഡി അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമ്മളിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് എന്താക്കാം നമുക്കിതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ 2 സംഭവങ്ങൾ നമുക്ക് കിട്ടും. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു 1 -7/6 മറ്റേതാണ് 1. അപ്പോൾ ഏതാണ് ലാംഡ 1 എടുക്കേണ്ടത് നമുക്കറിയാം. എന്താണ് യെസ് ശ്രദ്ധിക്കുക ലാംഡ 1 ഈസ് ലെസ് ദാൻ ലാംഡ 2. അപ്പോൾ ചെറുത് ലാംഡ 1ഉം ഓക്കെ പിന്നെ എന്താണ് വലുത് ലാംഡ 2 ആണ്. അപ്പോൾ ലാംഡ 1 ഈസ് ഈക്വൽ ടു -7/6 ലാംഡ 2 ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് യെസ് 12 ലാംഡ 1 പ്ലസ് 29 ലാംഡ 2 ഓക്കെ 12 ലാംഡ 1 ഓക്കെ പ്ലസ് 29 ലാംഡ 2 അല്ലേ. അപ്പോൾ 12 ഇൻറ്റു ലാംഡ 1 -7 ഡിവൈഡ് ബൈ 6 29 ലാംഡ 2 എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് സിംപ്ലി 1 ഓക്കെ റെഡി. അപ്പോൾ നമുക്ക് രണ്ടും കൂടി എന്തായി ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ -14 പ്ലസ് 29 എന്ന് പറഞ്ഞാൽ 15 ആണെന്ത് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ 15 ഈസ് ദ റൈറ്റ് ആൻസർ.